മച്ചാനെ നമ്മുടെ റാന്നിയുടെ ഇപ്പോൾ ഒരു ബസ് ഇറങ്ങിയിട്ടുണ്ട്, ജർമ്മൻ. അപ്പോൾ ജർമ്മനിലാണ് നമ്മളിപ്പം ഒരു ചെറിയൊരു യാത്ര പോവാണ്, നമ്മൾ കൊന്തമ്പുഴ വരെ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അന്ന് നമ്മൾ രാത്രിയിലെ ലൈറ്റ് സെറ്റിംഗ് മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു യാത്ര പോലെ പോവാണ്. അപ്പം വണ്ടിയുടെ ദേശമുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കാണിച്ചു തരും. ഓക്കെ, അപ്പം മച്ചവരെ നമ്മളിങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അശ്വിൻ ചേട്ടനുണ്ട്. അശ്വിൻ ചേട്ടാ, അപ്പം നമ്മുടെ ചങ്കാണ്. അപ്പം മച്ചവരെ നമ്മുടെ ബിനിച്ചേട്ടൻ, ഡ്രൈവർ ബിനിച്ചേട്ടൻ, വണ്ടിയുടെ ഹൃദയഭാഗം ആശാനുണ്ട്. സ്റ്റാഫാ ജർമ്മനിൽ കയറണമെന്ന് കൊതിച്ച് കാണാൻ വന്നേക്കോ. ഓളപ്പുറത്തെ അപ്പം മച്ചന്മാരെ നമ്മുടെ ജർമ്മൻ വണ്ടിയുടെ ബാക്കിൽ എഴുതിയേക്കുന്നത് കേട്ടോ, ഓരോരോ വള്ളിക്കെട്ട്. അപ്പം ഇത് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം നമ്മുടെ ജർമ്മൻ ബസ് ടൂർ പോകാനോ വിനോദയാത്രയ്ക്കോ അതുപോലെ തീർത്ഥാടന യാത്രയ്ക്കോ എന്തോത്തിനേലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ജർമ്മൻ ബസ് വിളിക്കുക. ഇതാണ് അവരുടെ നമ്പർ. ജർമ്മൻ ട്രാവൽ ഹബ്ബ് ചെത്തോങ്കര റാന്നി. പിന്നെ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഉണ്ട്, ജർമ്മൻ ട്രാവൽ ഹബ്ബ്. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീഡിയോസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. മച്ചന്മാരെ നമുക്ക് അകത്ത് കയറിയുള്ള കാഴ്ചകളെല്ലാം കാണാം. നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സുകളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നല്ല സൗണ്ട് സിസ്റ്റവും എല്ലാ കാര്യങ്ങളും എല്ലാം അടിപൊളി യാത്രാ സൗകര്യമാണ് നമ്മുടെ ജർമ്മൻ വണ്ടിയിൽ. ഇപ്പം വണ്ടിയുടെ പുതിയ ചേസ് എടുത്തിട്ട് അവർ അടിപൊളി ബോഡി വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള നമ്മുടെ വണ്ടിയാണ് ജർമ്മൻ വണ്ടി. ഇപ്പം വണ്ടി ഇപ്പോൾ ഒരു 3-4 ഓട്ടോ ഒക്കെ ഓടി. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് നമ്മുടെ വണ്ടിയെപ്പറ്റി പറയുന്നത്. അപ്പം മച്ചന്മാരെ അന്ന് രാത്രിയിൽ ലൈറ്റ് സെറ്റിംഗ് എല്ലാം ഞാൻ അന്ന് വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കയറി ഒന്ന് കാണുക നമ്മുടെ ആ വീഡിയോ. അപ്പം അതിനകത്ത് എല്ലാ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മച്ചന്മാരെ നമ്മുടെ ബിനിച്ചേട്ടനൊരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെന്ന് പറഞ്ഞ പോലെ നമ്മളെ വണ്ടിയെ കയറ്റി ഇവിടെ വരെ കൊണ്ടുവന്നു. ഏകദേശം വന്നവരുതി ഒരു 2 കിലോമീറ്റർ പുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം മച്ചാൻ വരാം, നമ്മുടെ ഡ്രൈവറുടെ ക്യാബിൻ സീറ്റിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗന്ധർവൻ്റെ അടിപൊളി ഒരു ഫോട്ടോ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സെറ്റൊക്കെ പക്കയാണ്. തൊട്ട് താഴെ തന്നെ ഗന്ധർവൻ്റെ ഒരു പേരൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് നമ്മുടെ ജർമ്മനിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഫാൻസുകാരാണ് ആ വീഡിയോ എടുത്തോണ്ട് പോകുന്നത് കേട്ടോ. അത്രയ്ക്ക് ഫാൻസാണ് നമ്മുടെ
വണ്ടിക്ക്. പയ്യെ 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 നിൽക്കട്ടെ. പയ്യെ പയ്യെ ഗിയറൊക്കെ മാറിയിട്ട് പയ്യെ പയ്യെ എൻ്റെ പെണ്ണ്. കുറച്ചുകൂടെ വണ്ടി കയറി നിൽക്കട്ടെ. വണ്ടി കയറി നിൽക്കട്ടാ. വണ്ടി കയറിക്കട്ടെ. നമ്മുടെ വണ്ടി കയറിക്കട്ടെ. ബൈക്ക് കയറട്ടെ. ബൈക്ക് കയറിപ്പോ. കയറിപ്പോടാ കയറിപ്പോ. നമ്മുടെ ചങ്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി വീഡിയോ ആൾക്കാർ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. റോഡ് സൈഡിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും. ചങ്കിൻ്റെ ആശാനാണ് വേണ്ടിയത്. ബിനു ജർമ്മൻ ബിനു. ബിനുചേട്ടാ, നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്കൊന്ന് പറഞ്ഞ മനുഷ്യടാ. ഞാൻ എന്താ മച്ചാനെ പറയണ്ടേ പ്രേക്ഷകരോട്? നീ ചോദ്യം ഞാൻ പറയാം. നമുക്കിപ്പോ എന്തായാലും പറയണ്ടേ? എന്താ പറയട്ടെ പറ. ബിനുചേട്ടാ പറഞ്ഞു. നമ്മുടെ വണ്ടി ഇത്ര നാളെ നിന്ന് എല്ലാവരും 11 വർഷം ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയത്. 11 വർഷവും ആൾക്കാർ എല്ലാം നമ്മളെ വിളിക്കുന്നു, സഹകരിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞാൽ എടുത്തു പറയണ്ടത്. അപ്പോൾ നമ്മൾ വിജയിപ്പിക്കുക. ബിനുചേട്ടാ ആവണ്ടല്ലോ, വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓടി വന്നേ. അത്ര വിജയിപ്പിക്കുക. നമ്മുടെ കൂടെ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമ്മളെന്ത് പറയാം, പുതിയതായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യും. നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മളോട് നിൽക്കുക. നമ്മളെ നിങ്ങളുടെയൊക്കെ വിലയേറെ നിങ്ങളല്ലേ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്, നമ്മളല്ലല്ലോ. അത്രേ ഉള്ളൂ. നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ വണ്ടി എത്തിയിട്ടുണ്ട്. ഗ്യാരേജ് അല്ല, നമ്മുടെ ഷെഡ്, നമ്മുടെ വീട്. അത്രേ ഉള്ളൂ. നമ്മുടെ വീട്, നമ്മുടെ ഗന്ധർവ. അപ്പം മച്ചന്മാരെ നമ്മൾ ചെറിയൊരു ട്രിപ്പൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം എന്ന് പറഞ്ഞ പോലെ നമ്മളോട് പറഞ്ഞ് ചെറിയൊരു ട്രാവൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ട്രാവലൊക്കെ ചെയ്തിട്ട് വണ്ടി നമ്മുടെ ജർമ്മൻ വണ്ടിയുടെ ഷെഡിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വിനോദയാത്രയുടെ തീർത്ഥാടന യാത്രയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജർമ്മൻ വിളിക്കുക. അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ഉണ്ട്. നമുക്ക് വീണ്ടും കാണാം മച്ചന്മാരെ. ഓക്കെ, ബൈ ബൈ.